കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏറ്റവും നല്ല കോളേജ് വെച്ചാൽ അതിനേക്കാൾ നല്ല കോളേജ് കിട്ടിയാൽ നിനക്ക് 100ന്റെ താഴെ റാങ്ക് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല. എത്ര റാങ്ക് കിട്ടാൻ വേണ്ടിട്ട് പഠിച്ചേ? അതുവരെ 1 റാങ്ക് കിട്ടാൻ വേണ്ടി പഠിച്ചേ? എത്ര മാർക്ക് വേണമെന്നായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നേ? 720 തന്നെ കിട്ടണം എന്നുള്ള മൂടി തന്നെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എക്സാമിന് പോകുന്ന സമയത്ത് എത്ര കോൺഫിഡൻ്റ് ആയിരുന്നു? എക്സാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും കിട്ടും, എനിക്ക് ഫുൾ അടിക്കാൻ വേണ്ടി പറ്റും, അങ്ങനത്തെ ഒരു ഫീൽ തന്നെയാണ് കയറുന്ന എക്സാം ഹാളിലേക്ക്? അത്ര ഉണ്ടായിരുന്നില്ല. പേടി ഉണ്ടായിരുന്നു? പേടി ചെറുതായിട്ടുണ്ടായിരുന്നു. എക്സാമിന്റെ ത്രൂ ഔട്ട് ആഷിഖ് സാറിന്റെ മുഖം നല്ലോണം മനസ്സിലുണ്ടായിരുന്നു. സാർ പറഞ്ഞില്ലേ ഫസ്റ്റ് ചിലപ്പോൾ ടഫായിരിക്കും, നമ്മള് നല്ലോണം പിടിച്ചു നിൽക്കണം. കാരണം നമുക്ക് നല്ല ലാഗായി സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ. ഒരു OMR തന്നത് 2 മണിക്കാണ് നമുക്ക് തന്നത്. പിന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 2:10 പിന്നെ നോക്കുമ്പോ ഓട്ടമുള്ള ബെഞ്ച്. ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു. ലാസ്റ്റിലേക്ക് നമുക്ക് 1 മണിക്കൂറുണ്ട്. സുവോളജി കുറച്ച് ക്വസ്റ്റ്യൻസ് ബാക്കി, ഫിസിക്സ് മൊത്തം ബാക്കി. അപ്പൊ ഞാന് വേഗം ആ സുവോളജി ഫിസിക്സ് ഞാൻ അറിയുന്നതൊക്കെ ഞാൻ ചെയ്ത് ബാക്കി വട്ടട്ട് പോയി. പിന്നെ സുവോളജി തീർത്ത് പിന്നെ ഇത് തീരില്ല. എന്തായാലും ആ ടൈം കൊണ്ട് എന്തായാലും ഇത് തീരില്ല എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ പെന്നാടെ വെച്ച് 2-3 ശ്വാസം എടുത്ത് വിട്ട് എന്നിട്ട് ബാക്കി പിന്നെന്താ ചെയ്തതെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. സ്പീഡിൽ തന്നെ ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ കണ്ട സമയത്ത് സാധാരണ ഇതിലിപ്പോൾ കുട്ടികൾ പറയുന്ന സാധനമാണ് ഭയങ്കര ടെൻഷനായി പോയി, അല്ലെങ്കിൽ ആ ഒരു ടെൻഷനും കൊണ്ടായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫീൽ ഉണ്ടായിരുന്നില്ല ആക്ച്വലി? ടെൻഷൻ. പക്ഷെ എക്സാം കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ടെൻഷൻ വരുന്നത് എന്തൊക്കെ കയ്യിൽ നിന്ന് പോയോ, ഞാൻ എന്തൊക്കെ ചെയ്തേന്ന് എനിക്കൊരു പിടിയില്ല. ലാസ്റ്റ് ടൈമില് അതുവരെ ഞാൻ കുഴപ്പമില്ല, അടുത്ത ഈസി ആയിരിക്കും ഈസി വരും എന്നുള്ളൊരു പ്രതീക്ഷയില് അങ്ങനെ മുന്നോട്ട് പോയിരുന്നു. ലാസ്റ്റ് എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് ഇത് എന്തായാലും ഈ ടൈം കൊണ്ട് എന്തായാലും തീരൂല മനസ്സിലായി. അപ്പൊ ഞാൻ എന്നെ കൊണ്ട് അറിയുന്നതൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു പോയി. ബാക്കി സാധനങ്ങളൊക്കെ വിട്ടു. ഫിസിക്സിൽ എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്തു ആക്ച്വലി ഓരോ സബ്ജക്ട് വൈസ്? മൊത്തത്തിൽ 2 ക്വസ്റ്റ്യനെ വിട്ടുള്ളൂ. ടോട്ടൽ 178 അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. 178 തെറ്റ്, കുറെ സാധനങ്ങൾ തെറ്റു. ഇനി കീ നോക്കുന്ന സമയത്ത് കുറെ തെറ്റൊക്കെ കണ്ട സമയത്ത് എന്തായാലും തോന്നിണ്ടായിരുന്നു? ടെൻഷൻ ആയ ശരിക്കും? ഉമ്മ വന്നിട്ട് എത്ര തെറ്റി നോക്കും, ഞാൻ ഉമ്മാനോട് ദേഷ്യം പിടിക്കുക. ലാസ്റ്റിലേക്ക് തന്നെ നല്ല സ്കോർ 670 അതൊക്കെ സ്കോർ ചെയ്ത് നമ്മള് അത്രയും തെറ്റുന്നില്ലല്ലോ ലാസ്റ്റ് മോക്ക് എക്സാമിന്. അപ്പൊ നമ്മള് നീറ്റിന് ഇത്രയും ക്വസ്റ്റ്യൻസ് തെറ്റുമ്പോ എന്താ ചെയ്യേണ്ടത് അറിയില്ല. ശരി, മൊത്തത്തിലൊരു ടഫർ ജേണി കൂടിയാണ് കടന്നു പോയത്. ലൈക്ക് എന്തായിരിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ട് പോകുന്നുള്ളൊരു സാധനം എന്തായിരിക്കും എന്നുള്ളതാണ്? എങ്ങനെയാണ് നിനക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പുറം കടക്കാൻ വേണ്ടി പറ്റിയെന്നുള്ളതാണ്? ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല ആഷിഖ് സാറിന് ത്രൂ ഔട്ട് ആഷിഖ് സാറിന് മുഖം മനസ്സിലുണ്ടായിരുന്നു. സാറിങ്ങനെ ലാസ്റ്റത്തെ മോർണിംഗ് മീറ്റ് പറഞ്ഞില്ലേ, എന്ത് വന്നാലും തോളത്ത് കൈപിടിച്ച് ഞാനിപ്പുറം ഉണ്ടാവുമെന്ന് വിചാരിച്ചങ്ങള്. ശരിക്കും നല്ലോണം അല്ല, ഇത് സീരിയസ്ലി ഇറ്റ് ഈസ് വർക്കിംഗ് റൈറ്റ്. എനിക്ക് സീരിയസ്ലി ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഞാനായിരുന്നു ഈ എക്സാം എഴുതാൻ വേണ്ടി പോകണമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഈവൻ എനിക്ക് തോന്നുന്നത് വെച്ചാൽ നീറ്റ് ഗാലേൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ നീറ്റ് ഗാലേൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടുകഴിഞ്ഞ സമയത്ത് നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് സാർ ഇതൊക്കെ വരുമോ? അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊന്നും വരില്ല, ഇത്ര ടഫറാവില്ല എന്നുള്ളൊരു സാധനം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണുകയാണെങ്കിൽ ശരിക്കും ഇപ്പോൾ ചില സമയത്ത് ഞാൻ തന്നെ ആലോചിക്കണ്ടാവും ഞാൻ എങ്ങനെ മോട്ടിവേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൊരു സാധനത്തിലേക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. റാങ്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എപ്പോഴും സ്റ്റിൽ. എന്നാലും ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കിക്കൂടെ? ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണേ, നിനക്ക് 100ന്റെ താഴെ റാങ്ക് ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കില്ല, ഒരിക്കലും ഇല്ല. അത്ര ഉണ്ടാവില്ല. എയിംസ് കിട്ടി കഴിഞ്ഞാലോ അഡ്മിഷൻ പോവോ? എന്തായാലും പോകുന്നുണ്ടാവും. അങ്ങനെ എൻ്റെ ഒരു ഫീലാണ് ആക്ച്വലി. എയിംസ്, ജിപ്മർ അല്ലെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്, ഇങ്ങനത്തെ 3 ഓപ്ഷൻ ആണെങ്കിൽ കാലിക്കറ്റാണ് ഉറപ്പായിട്ടും. സീരിയസ്ലി ഭയങ്കര അഭിമാനത്തോടു കൂടി വളരെ സന്തോഷത്തോടു തന്നെ പറയാം, വിൽ ബി ഗെറ്റിംഗ് ഗുഡ് സ്കോർ എന്നുള്ളതാണ്, ഗുഡ് മാർക്കാണ്. ഇപ്പോൾ 100ന്റെ താഴേക്ക് റാങ്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലെ സാധനത്തിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെ.
ഇനിയിപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറയാം, അടുത്ത വർഷമൊക്കെ പഠിക്കാതിരിക്കുന്ന കുട്ടികളാണെങ്കിൽ, ഇപ്പോൾ നിൻ്റെ ഒരു സിസ്റ്റർ അടുത്ത കൊല്ലം പഠിക്കാതിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കും, അവരോട് എന്താ ശരിക്കും പറയാം, എന്താ ചെയ്യണ്ടേ നീറ്റ് കിട്ടാനും വേണ്ടിയിട്ട്? നീറ്റ് ബയോളജിയാണ് NCERT അരച്ച് കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ ഫിസിക്സ് നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്യാം. എത്രത്തോളം ഇപ്പോൾ എക്സാം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫീല് കിട്ടൂല, പോയി. ഞാൻ എക്സാം കഴിഞ്ഞ് കരഞ്ഞോണ്ട് തന്നെ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഉപ്പ പറഞ്ഞ് ഇപ്പൊ കിട്ടിയില്ലെന്താ നമുക്ക് ഒന്നുകൂടെ നോക്കാം, ആ ഒരു ഫീലാണ്. അപ്പൊ ഉപ്പ ചോദിക്കും നമുക്ക് ഫീല് ഇനി ഞാൻ എന്താ പഠിക്കുക, ആ ഒരു ഇതേനു. അത്രക്കും ഏകദേശം ഗൈഡൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത്, ഇനി ഞാൻ എന്താ പഠിക്കുക, ആ ഒരു ഇതായിരുന്നു. അപ്പോൾ എന്തൊക്കെ നമുക്ക് എത്ര ഗൈഡ് ഉണ്ടോ, എവിടുന്നൊക്കെ ക്വസ്റ്റ്യൻ കിട്ടോ അതൊക്കെ ചെയ്യാം, എല്ലാം ചെയ്ത് നോക്കാന്നുള്ള സാധനത്തിലാ. ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിക്കുക എന്നല്ലാതെ വേറെ എന്തെല്ലാം മാറ്റങ്ങൾ ഒരു വർഷം കൊണ്ട് ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്? കുറെ നമ്മള് ഭയങ്കര ബോൾഡായ പോലെ തോന്നി. ഇങ്ങനെ ഇമോഷണലി എന്താ പറയാ, ഇപ്പൊ എക്സാം ആളിന് തന്നെ പണ്ടത്തെ ഞാനാണെങ്കിൽ ഞാൻ ചിലപ്പോൾ എക്സാം ആളിന് തന്നെ കരഞ്ഞ് അവിടെ തന്നെ നിന്നുണ്ടാവും. പക്ഷെ ആ ത്രൂ ഔട്ട് ലാസ്റ്റ് മിനിറ്റ് വരെ പിടിച്ചിക്കാൻ പറ്റിയെന്ന് തന്നെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. വലിയൊരു അച്ചീവ്മെന്റ് എടുത്ത പോലത്തെ എങ്ങനെയായിരുന്നു ഒരു റുട്ടീൻ, എങ്ങനെയായിരുന്നു ആക്ച്വലി പഠിക്കുന്ന സമയത്തൊക്കെ? ഞാൻ മോർണിംഗ് ബാച്ച് ആയിരുന്നു. അപ്പൊ രാവിലെ എണീച്ച് 8:30 വരെ നമ്മളേതായ ഇതിൽ പഠിച്ചു പോയി. 8:30 കഴിഞ്ഞിട്ട് പിന്നെ സാറിന്റെ മോർണിംഗ് മീറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് പിന്നെ 9 മണി മുതൽ പിന്നെ ഉച്ച വരെ പിന്നെയും പഠിക്കുക. ഉച്ച കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് 1:30 ആകുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് 1:30 പിന്നെയും ക്ലാസ് കയറി വൈകുന്നേരം വരെ പിന്നെയും പഠിക്കുക. വൈകുന്നേരം ഒരു 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ് പിന്നെയും പഠിക്കുക. എത്ര മണിക്കൂറൊക്കെ പോസിബിൾ ആയിരുന്നു ലാസ്റ്റ് 15 to 16 മണിക്കൂർ? 16 മണിക്കൂർ വരെ. എത്ര മാസം കണ്ടിന്യൂസ്ലി 15 to 16 മണിക്കൂർ പോയിട്ടുണ്ട് ലാസ്റ്റ്? ഞാൻ ഫസ്റ്റ് മുതലേ 14 മണിക്കൂർ ഫുൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റിലേക്ക് കുറച്ചുകൂടി കൂടി എടുക്കുന്നുണ്ടായിരുന്നു. ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു പ്രിപ്പറേഷൻ സമയത്തൊക്കെ? ഓ, ടെൻഷനായ സമയമുണ്ട്. ഏതായിരുന്നു ഏറ്റവും ഒരു ഹാർഡസ്റ്റ് മൊമെന്റ് എന്നൊക്കെ പറയാവുന്ന പോലെ ഓർത്തിരിക്കാൻ പറ്റുന്ന സാധനം? എനിക്ക് മറ്റേ നവംബർ ഡിസംബർ ആ മാസം ഭയങ്കര മെന്റലി ആണെങ്കിൽ എന്താ അറിയില്ല, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മളെല്ലാം ഇപ്പൊ ഇങ്ങനെ തന്നെ പോവില്ല, ആ ഡിപ്പ് വരുന്ന സമയം ഉണ്ടാവും. ആ ഡിപ്പ് വരുന്ന സമയം നമ്മൾ മാനേജ് ചെയ്യാന്നുള്ളതായിരുന്നു. ആക്ച്വലി നിനക്ക് ഇങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബാഡ് മെമ്മറി എന്താ? ആക്ച്വലി ബാഡ് മെമ്മറി ഒരു റിവിഷൻ എക്സാം. സംഭവം എക്സാം വലിയ ടഫ് ഒന്നുമില്ല, എക്സാം സിമ്പിളാണ്. പക്ഷേ എന്തൊക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി, എനിക്ക് എക്സാം ക്വസ്റ്റ്യൻസ് പോലും ഫുൾ എനിക്ക് കാണാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഞാൻ ആദ്യം എന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അത് കിട്ടിയാലേ അടുത്തേലേക്ക് പോവുള്ളൂ, അങ്ങനെ ഒരാളായിരുന്നു. ആ എക്സാമിന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ചെയ്താൽ ഞാൻ ലാസ്റ്റിലേക്ക് പൊട്ടും. അപ്പോൾ അത് കിട്ടിയിട്ടേ അത് പോളൂ മരിച്ച് ഞാൻ എത്രയോ ക്വസ്റ്റ്യൻസ് ഞാൻ കാണാണ്ട് തന്നെ പോയി, ബയോളജി സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ അതിനുശേഷം ഞാൻ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം മാർക്ക്. അപ്പോൾ ആക്ച്വലി എത്ര നാളെടുത്ത് സ്കിപ്പ് ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട്? എത്ര നാളെടുത്ത്? സാർ ആദ്യം മുതലേ പറയുന്നുണ്ട്, പക്ഷെ എന്നാലും ഒരു 6 മാസം എടുത്തിട്ടാണ് സ്കിപ്പ് ചെയ്യാൻ പഠിച്ചത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇനി 2025 ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ടെക്നിക്കും അത് തന്നെ ആയിരിക്കും, സ്കിപ്പ് ചെയ്യാന്നുള്ള ഒരു സാധനത്തിലേക്ക്. ഫിസിക്സ് ഞാൻ ആയുമ്പോൾ ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അല്ല 1 മണിക്കൂർ കളഞ്ഞിട്ടുണ്ടാവുമായിരിക്കും എന്നുള്ള രൂപത്തിലാണ്. വാട്ട് ഈസ് ഡോപ്പ? അതിനകത്ത് ഡോപ്പ എവിടെ നിൽക്കുന്ന സാധനത്തിനകത്ത് എന്നുള്ളത്? ഡോപ്പ ഫസ്റ്റ് അങ്ങനെയല്ല, അതിനകത്ത് എന്തായിരുന്നു എന്നുള്ളത്, എന്തായിരുന്നു ആ ഇൻഫ്ലുവൻസ്? എന്തായിരുന്നു ഇൻഫ്ലുവൻസ് വെച്ചാൽ ത്രൂ ഔട്ട് എല്ലാ അപ്പിലും ഡൗണിലും എല്ലായിടെയും ഡോപ്പ ഉണ്ടായിരുന്നു കൂടെ. പിന്നെ അപ്പിൽ മാത്രമല്ല, ഇങ്ങനെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ ഉള്ള കുട്ടികളെ മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് കാണുന്നത്, ഡൗൺ ആയ കുട്ടികൾ വേണ്ട ആ ഒരു സാധനമില്ലേ. ഡൗൺ ആയപ്പോൾ നമ്മളെ മേലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഡോപ്പ. നമ്മൾ ക്യാമ്പസിൻ്റെ ഉള്ളിൽ റീഡിംഗ് റൂമിൽ തരുന്ന ഒരു എൻവയോൺമെന്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം നമ്മൾ ഒരു സാധനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തോളം ഇങ്ങനെ കുശു ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിലേക്ക് പോവും, അല്ലെങ്കിൽ നമുക്കത് ഡിസ്റ്റർബ് ആയിട്ട് വരും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ സൈലൻസ്,
എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അവർക്ക് അപ്പുറത്ത് പോയി ഡിസ്കസ് ചെയ്യാം. ആ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ആ ഒരു സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നല്ല ഹെൽപ്പ് ചെയ്തു. ശരി, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോട്ടെ, നല്ല റിസൾട്ട് നല്ലതാണ്. ഐ ഹോപ്പ് ഐ ക്യാൻ പ്രഡിക്റ്റ്. എൻ്റെ റാങ്ക് പ്രഡിക്ഷൻ ഉണ്ട്, പക്ഷെ എന്നാലും നിൻ്റെ റാങ്ക് പ്രഡിക്ഷനിൽ തന്നെ നിൽക്കട്ടെ എന്നുള്ളതാണ്. അടിപൊളി റിസൾട്ട്. നമുക്ക് എയിംസിലോ ജിപ്മറിലോ അതോ ഇനി കാലിക്കറ്റ് തന്നെ നിൽക്കണമെന്നൊക്കെ. ഐ തിങ്ക് ലൈക്ക് കാലിക്കറ്റ് വിൽ ബി തേർഡ് ഓപ്ഷൻ. എയിംസ് എടുക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ആലോചിച്ച് നോക്കാം, ഏതൊക്കെ എയിംസുകളെന്ന് ആലോചിക്കാം, ജിപ്മർ ഏതാണെന്ന് ആലോചിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അല്ലെങ്കിൽ കാലിക്കറ്റ് എന്നുള്ളതാണ്. കാലിക്കറ്റ് എന്തായാലും കിട്ടും, ഷുവറാണ്, 100% ആണ്. ബാക്കിയുള്ള കാര്യങ്ങളിലെ പ്ലാനിങ്ങിലേക്കും ബാക്കി ലിഷറിലേക്കൊക്കെ പോയിട്ട് അടിച്ചു വിളിക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും കാണാം, അടിച്ചു വിളിക്കട്ടെ. റിസൾട്ടൊക്കെ വരുമ്പോഴത്തേക്കും വീട്ടിൽ കൊടുക്കൂലേ നിങ്ങളെ വയനാടൻ സാധനങ്ങളൊക്കെ കഴിച്ചിട്ട്? എന്തായാലും വരണം, എന്തായാലും വരണം, ഡെഫിനറ്റ്ലി വരുന്നുണ്ട്.